കമ്പനികൾ പുതിയ തൊഴിലാളികളെ പിരിച്ചുവിടുകയോ അതേപോലെ തന്നെ വിസ റിന്യൂ ചെയ്യാൻ മടിക്കുകയൊക്കെ ചെയ്തൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് എന്നുള്ളതാണ് അറിയാൻ വേണ്ടി സാധിച്ചത്. അടുത്ത ഈയിടെ യു കെയിലെത്തിയ മലയാളി സമൂഹം എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നത് ഒരു വെല്ലുവിളിയായിട്ട് മുന്നിൽ തന്നെയുണ്ട്. യു കെയിലെ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസാണ് ഈ ഒരു കണക്ക് പുറത്തുവിടുന്നത്. ഇങ്ങനെ തൊഴിലില്ലായ്മ രൂക്ഷമാകാൻ കാരണം രാജ്യത്തിലെ സാമ്പത്തിക വളർച്ച മന്ദഗതിയിലായതാണെന്നുള്ളതാണ് വിലയിരുത്തപ്പെടുന്നത്. ഉയർന്ന പലിശ നിരക്കും അതേപോലെ തന്നെ നിർമ്മാണ മേഖലയിൽ സേവന മേഖലയിലൊക്കെ കമ്പനികൾ ഈ പറഞ്ഞ നിയമനം താൽക്കാലികമായിട്ട് നിർത്തിവെച്ചതും ഈ ഒരു പ്രധാനപ്പെട്ട കാരണം. തൊഴിൽ വിപണി ദുർബലമാവുകയാണെന്ന് തന്നെയാണ് ഈ സൂചികകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ യു കെയിൽ കുടുംബമായി താമസിക്കുന്ന ആയിരക്കണക്കിന് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു ആശങ്കപ്പെടുത്തേണ്ട കാര്യം തന്നെയാണ്. സത്യത്തിൽ നമ്മളെപ്പോലെയുള്ള മലയാളികളുടെ ജീവിതത്തിൽ നേരിട്ട് ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം പല ആൾക്കാരും ഇപ്പോൾ ഇവിടെ റെൻ്റ് അടയ്ക്കാനും മറ്റു പല കാര്യങ്ങൾക്കും വേണ്ടി ലക്ഷങ്ങൾ ചെലവഴിക്കേണ്ട ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ നാട്ടിൽ പല യു കെയിലാണ് എന്ന് ചിന്തിക്കുമ്പോൾ പലരുടെയും വിചാരം ലക്ഷങ്ങളാണ് സമ്പാദിക്കുന്നത് തന്നെയാണ്. തീർച്ചയായിട്ടും ലക്ഷങ്ങൾ തന്നെയാണ് സമ്പാദിക്കുന്നുണ്ടാവുക. അതേപോലെയുള്ള ചെലവുകളും ഇവിടെ ഉണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. ദുബായ് പോലെയുള്ള ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഉള്ളതിൻ്റെ ഇരട്ടി ചെലവുകളാണ് യു കെ പോലെയുള്ള യൂറോപ്യൻ കൺട്രീസിൽ താമസിക്കുമ്പോൾ ഉണ്ടാവുക എന്നുള്ളതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്.